നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് നടൻ ഗണപതി. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത്. ഇപ്പോഴിതാ നടൻ അറസ്റ്റിലായി എന്നുള്ള വിവരമാണ് പുറത്തെത്തുന്നത്. മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിനാണ് പോലീസ് കേസെടുത്തത്. കളമശ്ശേരി പോലീസാണ് നടന്റെ പേരിൽ കേസെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ദേശീയപാതയിൽ അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലാണ് അപകടകരമായ രീതിയിൽ നടൻ വാഹനം ഓടിച്ചത്. നടന്റെ വാഹനം അമിത വേഗത്തിൽ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അത്താണി, ആലുവ എന്നിവിടങ്ങളിൽ വാഹനം പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും നിർത്താതെ ഓടിച്ചു പോകുകയായിരുന്നു. ദേശീയപാതയിലെ ലെയിനുകൾ പൊടുന്നനെ മാറി അമിത വേഗത്തിൽ അപകടകരമായി കാർ ഓടിക്കുന്നത് എറണാകുളം എസ്പിയുടെ ശ്രദ്ധയിലാണ് പെട്ടത്. തുടർന്നാണ് കളമശ്ശേരിയിൽ തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഗണപതി മദ്യപിച്ചതായി പോലീസ് കണ്ടെത്തി. നടനെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചു. സ്റ്റേഷൻ ജാമ്യത്തിൽ നടനെ വിട്ടയച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധ കമന്റുകളും ഉയർന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പേരുമിട്ട് അതിന് നിരക്കാത്ത പരിപാടിയാണല്ലോ നടൻ കാണിച്ചു കൂട്ടുന്നത് എന്ന തരത്തിലാണ് കമന്റുകൾ. പാലും പഴത്തിനും പകരം മദ്യം കൈകളിൽ ഏന്തിയ ഗണപതി, ഉണ്ണി ഗണപതി വളർന്നത് നാട് മുഴുവൻ അറിഞ്ഞല്ലോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. തിരക്കഥാകൃത്തും കാസ്റ്റിംഗ് ഡയറക്ടറും എല്ലാമായ 29-കാരനായ ഗണപതി കണ്ണൂർ സ്വദേശിയാണ്. 2007-ൽ വിനോദയാത്ര എന്ന സിനിമയിലൂടെയാണ് ഗണപതി മലയാള സിനിമയിൽ അരങ്ങേറിയത്. പിന്നീട് അലിഭായ്, ആയുർരേഖ, ചിത്രശലഭങ്ങളുടെ വീട്, ഇന്നത്തെ ചിന്താവിഷയം, മല്ലു സിംഗ്, ഓഗസ്റ്റ് ക്ലബ്ബ് അടക്കം നിരവധി സിനിമകളിൽ അഭിനയിച്ചു. വള്ളിക്കുടിലെ വെള്ളക്കാരനിലൂടെയാണ് നടൻ നായകനായി സിനിമകൾ ചെയ്തു തുടങ്ങിയത്. അടുത്തിടെ ഹിറ്റായ മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം ഗണപതിയുടെ സഹോദരനാണ്. ചിത്രത്തിൽ ഗണപതിയും ഒരു ശ്രദ്ധേയ വേഷത്തിൽ അഭിനയിച്ചിരുന്നു. മന്ദാകിനി, അഡിയോസ് അമിഗോസ് എന്നിവയാണ് അവസാനം ഗണപതിയുടേതായി റിലീസ് ചെയ്ത സിനിമകൾ. അടുത്തിടെ നടൻ ബൈജു സന്തോഷിനെ എതിരെയും അമിത വേഗതയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് എതിരെ പോലീസ് കേസെടുത്തിരുന്നു. അന്ന് മദ്യലഹരിയിൽ വാഹനം ഓടിച്ച് ബൈജു സന്തോഷ് അപകടമുണ്ടാക്കിയിരുന്നു. തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വെച്ച് ബൈജു ഓടിച്ച കാർ സ്കൂട്ടറിലും വൈദ്യുത പോസ്റ്റിലും ഇടിച്ചാണ് അന്ന് അപകടമുണ്ടായത്. മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ദിവസങ്ങൾക്ക് മുൻപാണ് അർദ്ധരാത്രി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് വെച്ചാണ് ബൈജു ഓടിച്ച കാറ് സ്കൂട്ടറിലും വൈദ്യുത പോസ്റ്റിലും ഇടിച്ചത്. നിയന്ത്രണം വിട്ട കാറ് സ്കൂട്ടറിൽ ഇടിച്ചതിന് ശേഷം വീണ്ടും വേഗത്തിൽ മുന്നോട്ടു പോയി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈജുവിന്റെ കാറിന്റെ ടയറിന് കേടുപാട് പറ്റി. കൺട്രോൾ റൂമിലെ പോലീസുകാരാണ് ബൈജുവിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. മദ്യപിച്ചോ എന്ന് പരിശോധിക്കാനായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിശോധനയോട് ബൈജു സഹകരിച്ചില്ലെന്ന് പോലീസ് അന്ന് പറഞ്ഞിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിക്കൽ, അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് അന്ന് ബൈജുവിനെതിരെ കേസെടുത്തത്. ബൈജുവിന്റെ കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും ഒതുങ്ങിയതിന് പിന്നാലെയാണ് നടൻ ഗണപതിയുടെ അറസ്റ്റ് വാർത്ത പുറത്തു വന്നത്. You're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.